ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 പൊളിറ്റിക്കൽ സയൻസിൽ ഇനി വരുന്ന മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഫസ്റ്റ് 9 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിന്നായിട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ഇതിലുള്ള ബാക്കി എത്രയുണ്ട്, 9 ചാപ്റ്റേഴ്സിൻ്റെ, അതായത് അവസാനത്തെ 9 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും പറഞ്ഞു പോകുന്നുണ്ട്. സോ എല്ലാവരും എന്താക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതിൽ ഏതാണ്, ശീതയുദ്ധ കാലഘട്ടമാണ്, ദ കോൾഡ് വാർ ഇറ എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആദ്യമേ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവേണ്ടതാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് അല്ലെങ്കിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്കറിയാം 3 മാർക്ക് 4 മാർക്ക് സെക്ഷനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പലതവണ. അപ്പോൾ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിട്ട് പോവാം. ഇതിനകത്ത് കുറച്ച് ലീഡേഴ്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, അതുൾപ്പെടെ എന്ത് ചെയ്യുക, എല്ലാവരും നോക്കിയിട്ട് പോവേണ്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ മേ ബി 1 വേർഡ് എങ്കിലും വരാൻ ചാൻസ് ഉണ്ട്, ഒരു 3-4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് കോൾഡ് വാർ എന്താണെന്നുള്ളതാണ്. അതായത് കോൾഡ് വാർ എന്ന് പറയുമ്പോൾ ശീതയുദ്ധം അല്ലേ. അപ്പോൾ ശീതയുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു, അതെന്താണ് അതിൻ്റെ യഥാർത്ഥ കോൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കണം. കാരണം ഇത് നമുക്കൊരു 3 മാർക്കിനൊക്കെ അങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇത് ഈ ഒരു ബേസ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ കോൾഡ് വാർ എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കോൾഡ് വാർ എന്താണെന്നുള്ളത്, അതിൻ്റെ ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒരു ഡെഫിനീഷൻ മോഡലൊക്കെ എഴുതാൻ വേണ്ടിയിട്ടും. ഇനി അടുത്ത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത് ഈ ഒരു കാര്യമാണ് കേട്ടോ. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചതേ ഉള്ളൂ. അതായത് നമ്മുടെ US-ൻ്റെയും USSR, നമുക്കറിയാം കോൾഡ് വാർ എന്ന് പറയുമ്പോൾ US-ഉം USSR-ഉം തമ്മിൽ, മീൻസ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു വാറാണല്ലേ. ആക്ച്വലി നമ്മൾ മറ്റേ സാധാരണ വാറെന്ന് പറയുന്ന പോലെ ഒരു വാറല്ല, ഐഡിയോളജിക്കൽ തമ്മിലുള്ള, മീൻസ് ഐഡിയോളജീസ് തമ്മിലുള്ള ഒരു യുദ്ധമാണത്. അത് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് വായിക്കുമ്പോൾ അത് ക്ലിയർ ആവും. അതാണ് ഞാൻ പറഞ്ഞത്, അത് ക്ലിയർ ആയിട്ടുണ്ടാവണം എന്നുള്ളത്. എന്ത് തന്നെയായാലും US-നും USSR-നും അവരുടേതായിട്ടുള്ള മിലിറ്ററി അലയൻസുകൾ ഉണ്ടായിരുന്നു അല്ലേ. സോ ആ മിലിറ്ററി അലയൻസുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാവരും നിർബന്ധമായിട്ട് നോക്കുക. 1 വേർഡ് സെക്ഷനിലൊക്കെ ഇത് ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. US-ൻ്റെതെന്ന് പറയുന്നത് നാറ്റോ, സിയാറ്റോ, സെൻറ്റോ, 3 എണ്ണമാണ് നമുക്ക് വരുന്നത്. US-ൻ്റെ മിലിറ്ററി അലയൻസുകളാണ് 3 എണ്ണം. ഏതൊക്കെയാണ്? നാറ്റോ, സിയാറ്റോ, സെൻറ്റോ. നാറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ് നാറ്റോ. ഈ അബ്രിവേഷൻ മീൻസ് ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് ഇതൊക്കെ. അപ്പം നിങ്ങൾ നോക്കി വെക്കേട്ടെ പൂർണ്ണരൂപം എഴുതാൻ വേണ്ടിയിട്ട്. നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ്. സിയാറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷനാണ് സിയാറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സെൻറ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനാണ് സെൻറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ നാറ്റോ, സിയാറ്റോ, സെൻറ്റോ നോക്കി വെക്കുക. ഇനി USSR-ൻ്റെത് പലപ്പോഴും ചോദിക്കുന്നതാണ്. USSR-ൻ്റെ മിലിറ്ററി അലയൻസ് ഒരെണ്ണമാണുള്ളത്, ഏതാണ്? വാർസാ പാക്റ്റ് ആണ് കേട്ടോ. USSR-ൻ്റെത് വാർസാ പാക്റ്റ് ആണ്. അപ്പോൾ US നാറ്റോ, സിയാറ്റോ, സെൻറ്റോ, USSR എന്താണ്? വാർസാ പാക്റ്റ്. ഇത് ഇത്ര നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈ മിലിറ്ററി അലയൻസ്, ഓരോ മിലിറ്ററി അലയൻസും ഏത് രാജ്യത്തിൻ്റെതാണെന്നോ അത് മാത്രമല്ല അതിൻ്റെ ഫുൾ ഫോം ക്ലിയർ ആയിട്ടൊന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. പിന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെ പറഞ്ഞ് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട്, ഇത് ഫോം ചെയ്ത വർഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും ആ ഫുൾ ഫോം എങ്കിലും ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു മിലിറ്ററി അലയൻസിൻ്റെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ നോക്കുക. അത് അധികം ശ്രദ്ധിക്കാറില്ല, പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അതായത് ഈ വലിയ രാജ്യങ്ങൾ, അതായത് ഇപ്പം നമ്മുടെ US പോലെയും USSR-നെ പോലെയൊക്കെയുള്ള വൻ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചെറു രാജ്യങ്ങളുമായിട്ട് അലയൻസുകൾ, സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പം നമ്മൾ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, വൈ ഡിഡ് ദ സൂപ്പർ പവേഴ്സ് മേക്ക് അലയൻസസ് വിത്ത് സ്മോൾ കൺട്രീസ്? മനസ്സിലായോ? ആ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുമായിട്ട് വലിയ സൂപ്പർ പവേഴ്സ് ആയിട്ടുള്ള കൺട്രീസ് എന്തിനാണ് അലയൻസുകൾ ഉണ്ടാക്കിയത്? ഈ ചെറു രാജ്യങ്ങളെ കൊണ്ട് അവർക്ക് എന്താണ് ആവശ്യം, എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാറുണ്ട്. ഈ കാണുന്ന രീതിയിൽ പോയിന്റ്സ് ആണ് അതിനുള്ള ഉത്തരങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ജസ്റ്റ് ഒരു 2-3 മാർക്കിന് കണക്കൊക്കെ ആ പോയിന്റ് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഈ ചാപ്റ്ററിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണം, മീൻസ് നിങ്ങൾ അറിയണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്ത ഈ അറേനാസ് ഓഫ് കോൾഡ് വാർ എന്ന് പറയുന്നത്, അതായത് ശീതയുദ്ധത്തിൻ്റെ പോർക്കളങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്തുനിന്ന് 2-3 1 വേർഡ്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാ എവിടെ നോക്കുക,
നമ്മുടെ യു എസും യു എസ് എസ് ആറും തമ്മിൽ ആയുധങ്ങളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വെപ്പൺസിൻ്റെയൊക്കെ ഉപയോഗം ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രീറ്റുകളിൽ അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. ഒന്ന് LTBT, ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ ഫോം ചെയ്ത മീൻസ് ഈ ട്രീറ്റ് സൈൻ ചെയ്ത വർഷങ്ങൾ കൂടി പഠിക്കുക കേട്ടോ. ഇത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. LTBT എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നുള്ളതാണ് കേട്ടോ. ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, ഇതൊക്കെ മലയാളത്തിലും സെയിം ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നെ പോകുന്നത്. ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റിയാണ് LTBT. 1963 അവർ സൈൻ ചെയ്യുന്നത്. ഇനി NPT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയാണ്. ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി 1968 അത് സൈൻ ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അത് നിങ്ങൾ നോക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റിയാണ്. ഞാൻ അവിടെ ഫുൾ എഴുതിയിട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കൂ. ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റിയാണ് മൂന്നാമത്തത്. അതെന്താണ് സൈൻ ചെയ്തത്? 1972. ഓക്കെ, 1972 അത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് ക്രൊണോളജി ആയിട്ടോ അങ്ങനെയൊക്കെ മേ ബി ഒക്കെ അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. വൺ വേർഡ് സെക്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ജസ്റ്റ് അതുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതിനോടൊപ്പം രണ്ടെണ്ണം കൂടി പറയാനുണ്ട് കേട്ടോ. ഇതും ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ വൺ വേർഡ് സെക്ഷനിൽ, സോൾട്ടും സ്റ്റാർട്ടും. ഓക്കെ, അപ്പോൾ സോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഏതാണ്? സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ആണ് സാൾട്ട് എന്ന് പറയുന്നത്. എന്താണ്? സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ്. ഓക്കെ, ടോക്സ് എന്ന് പറയുമ്പോൾ TALKS അതാണ് കേട്ടോ. സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ആണ് സാൾട്ട് എന്ന് പറയുന്നത്. ഇനി സ്റ്റാർട്ടിന് എന്താ വരിക? സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റിയാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റിയാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കുക. ഇത് ഇടയിലൊക്കെയാണ്, ഈ പാരഗ്രാഫുകളുടെ ഇടയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. മലയാളം കാര്യം ഇംഗ്ലീഷും കാര്യം ഒക്കെ ഈ ഫുൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ആണ്. അതായത് നാമാണ് മലയാളത്തിൽ ചേരാ നയം എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ചേരാ നയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇത് എന്താ പറയുക, പാരഗ്രാഫുകളുടെ ഇടയിലൊക്കെ കിടക്കുന്നതുകൊണ്ട് ആണ് കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് എത്രത്തോളം ക്ലാരിറ്റി വരുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നാം എന്ന് പറയുമ്പോൾ ഈ ചേരാ നയം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച 5 ലീഡേഴ്സ്, അവരുടെ രാജ്യങ്ങളും അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരായിരുന്നു ഏറ്റവും മേജർ റോൾ വെച്ചിട്ട്? അതിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഞാൻ ഫുള്ളായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഫുള്ളായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. സോ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യയിൽ നിന്ന് ആരാണ്? നെഹ്റു ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ത്യയിൽ നിന്ന് നെഹ്റു ആണ് അതിൽ ലീഡിങ് റോൾ വഹിച്ചത്. ഇനി വൈ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതാണെന്നറിയോ? യുഗോസ്ലേവിയ ആണ്. ഏതാണ്? യുഗോസ്ലേവിയ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്ത് നിന്ന് ആരായിരുന്നു? മാർഷൽ ടിറ്റോ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. മാർഷൽ ടിറ്റോ. അപ്പോൾ യുഗോസ്ലേവിയയിൽ നിന്ന് ആരായിരുന്നു? മാർഷൽ ടിറ്റോ. ഇനി എന്ന് ഞാനിവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ഈജിപ്റ്റ് ആണ് കേട്ടോ. ഈജിപ്തിൽ നിന്ന് ഗമൽ അബ്ദുൽ നാസർ ഖാൻ ആയിരുന്നു. ഓക്കെ, ഗമൽ അബ്ദുൽ എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ, ബാക്കി കൂടിയുണ്ട്. ഗമൽ അബ്ദുൽ നാസർ ഖാൻ. ഓക്കെ, ഈജിപ്തിൽ നിന്ന് ആരാണ്? ഗമൽ അബ്ദുൽ നാസർ. ഇനി അടുത്ത എന്ന് പറഞ്ഞ് അടുത്ത് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിൽ നിന്നും സുകാർണോ എന്ന് പറയുന്ന ലീഡറായിരുന്നു ഇതിലൊരു ലീഡിങ് റോള് വഹിച്ച വ്യക്തി. ഇന്തോനേഷ്യയിൽ നിന്നും സുകാർണോ. ഓക്കെ, ഇനി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഖാനയാണ് കേട്ടോ. ഖാനയിൽ നിന്ന് ക്വാമി ആൻഡ് ക്രൂമയാണ്. ക്വാമി ആൻഡ് ക്രൂമ. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഈ 5 രാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ ലീഡേഴ്സും നിങ്ങൾ നോക്കുക. നാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ചേരാ നയത്തിൽ അത് രൂപീകരിക്കുന്നതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് റോൾ വഹിച്ചത്. ഇപ്പോൾ ചേരാ നയം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അമേരിക്കയിലോട്ടും ചേരുന്നില്ല, സോവിയറ്റ് യൂണിയനിലോട്ടും ചേരുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നിന്നുകൊള്ളാം എന്ന് പറയുന്ന ഒരു ആശയമാണ് ഈ ചേരാ നയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫോം ചെയ്യാനായിട്ട് ഏറ്റവും വലിയൊരു മേജർ റോൾ വഹിച്ച 5 രാജ്യങ്ങളും അതിൽ നിന്ന് വന്ന നേതാക്കന്മാരുടെ പേരുമാണുള്ളത്. ഇന്ത്യ നെഹ്റു, യുഗോസ്ലേവിയ മാർഷൽ ടിറ്റോ, ഈജിപ്റ്റ് ഗമൽ അബ്ദുൽ നാസർ ഖാൻ, ഇന്തോനേഷ്യ സുകാർണോ, ഖാന, ക്വാമി ആൻഡ് ക്രൂമ. ഇത് 5 നിങ്ങൾ പഠിക്കുക. വൺ വേർഡ് സെക്ഷനിലൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്ത ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കേണ്ടത് ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ ആണ്. നവ അന്തർദേശീയ സാമ്പത്തിക ക്രമം. ഓക്കെ, ഇത് ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ട് വൺ വേർഡ് ആയിട്ട് വരെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് കാണാം. ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മുടെ എന്താണ്? പ്രൊപ്പോസൽസ് ഫോർ റിഫോമിംഗ് ദ ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റം. ഗ്ലോബൽ ട്രേഡിംഗ് സിസ്റ്റത്തെ ഒന്ന് പരിഷ്കരിക്കാനുള്ള പ്രൊപ്പോസൽസ് എന്തായിരുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. അതായത് UNCTAD ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. UNCTAD ഒരു റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ഈ ഒരു ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിൽ
നോക്കൂ, ഈ റിപ്പോർട്ട് ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യും. ഈ റിപ്പോർട്ട് ആഗോള വ്യാപാര വ്യവസ്ഥയുടെ സമഗ്ര പരിഷ്കരണം നിർദ്ദേശിച്ചു, അത് ചുവടെ ചേർക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ പോയിന്റ്സ് ആണ് കേട്ടോ, ജസ്റ്റ് ഒരു 4 പോയിന്റ്സ് ഒക്കെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നല്ല, എന്നാൽ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ടോപ്പിക് അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം. ഇനി ഫൈനലായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കുക. റിലവൻസ് ഓഫ് നാം ഞാൻ പറഞ്ഞു നമ്മുടെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, അതിന് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളത്, ഓക്കെ, ഇന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, ചേരിചേരാ നയത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കിയിട്ട് പോവുക. നാം ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, ഇതെന്താ പറയുക, വലിയ കുറേ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, കുറേ വൺ വേർഡ്സുകൾ പക്ഷേ ഉണ്ട്. ഓക്കെ, വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൾഡ് വാർ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോയ കുറേ വൺ വേർഡ്സ് ഉണ്ട്, ആ വർഷങ്ങളുണ്ട്, ഫുൾ ഫോംസ് ഉണ്ട്, അതൊക്കെ പഠിച്ചിരിക്കുക. പിന്നെ ഈ ഒരു നാമിൻ്റെ റിലവൻസ്, പിന്നെ വരുന്നത് ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ, ആ ഒരു ടോപ്പിക്കുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പോകേണ്ടത് കേട്ടോ. അടുത്ത് വരുന്ന ചാപ്റ്ററാണ് ഏതാണ്, ഇരുദ്രുവ വ്യവസ്ഥയുടെ അന്ത്യം, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് ഒരു എസ്സേ ചോദ്യമാണ്. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോവിയറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് വാട്ട് വാസ് ദ സോവിയറ്റ് സിസ്റ്റം, എന്തായിരുന്നു സോവിയറ്റ് വ്യവസ്ഥിതി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഒരു 3-4 മാർക്ക് കണക്കാക്കി ജസ്റ്റ് പോയിന്റ്സ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കട്ടെ. സോവിയറ്റ് സിസ്റ്റത്തിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതത്രയൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ USSR, നമ്മുടെ സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് തകർന്നത്, അതിൻ്റെ തകർച്ചയെക്കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കുന്നതാണ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സോവിയറ്റ് യൂണിയൻ തകരാനായിട്ട്. പൊളിറ്റിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്, മീൻസ് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ദേശീയത, നാഷണലിസത്തിൻ്റെ ഉദയം ഒരു പ്രശ്നമാണ്. പിന്നെ വരുന്നത് ഈ ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങളാണ് കേട്ടോ. അപ്പം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയേണ്ടത് ഈ ഗോർബച്ചേവ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ്, ഗ്ലാസ് നോസ്റ്റ്, പെരിസ്ട്രോയിക്ക പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു എസ്സേ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് തന്നെ പഠിക്കുക. സോവിയറ്റ് യൂണിയൻ എന്തുകൊണ്ട് ഡിസിൻഗ്രേഷൻ സംഭവിച്ചു, ശിഥിലീകരണപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെയാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ഞാൻ അത് ബ്രീഫായിട്ടാണ് ആദ്യം പറഞ്ഞത്. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെന്താ എക്കണോമിക് ആയിട്ടുള്ള കോസസ് ഉണ്ട്, നാഷണലിസം ഉദയം ചെയ്തു, പിന്നെന്താണ് നാലാമതായിട്ട് ഗോർബച്ചേവിൻ്റെ റിഫോംസ്. ഈ 4 പോയിന്റ്സ് വെച്ചിട്ട് അവിടെ എസ്സേ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് ഇതിപ്പോൾ NCERT അല്ല, അപ്പോൾ ഇതിനകത്തെല്ലാം മിക്സ് ചെയ്തിട്ട് സബ് ടോപ്പിക്സ് ഒന്നും ഡിവൈഡ് ചെയ്യാത്ത രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും മറ്റേ ഗൈഡ് പോലത്തെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ടോപ്പിക്സ് നോക്കി പഠിക്കുക. എന്തായാലും അത് 8 മാർക്കിന് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി കോൺസിക്വൻസസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ, ശിഥിലീകരണത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നെക്സ്റ്റ് കാണാൻ പറ്റും. ഇത് നമുക്കൊരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് എസ്സേ എഴുതുമ്പോഴും നമുക്ക് ഒരു കൺക്ലൂഷനായിട്ട് വേണമെങ്കിൽ കോൺസിക്വൻസസ് ഒക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൂടി നിങ്ങൾ നോക്കിയിട്ട് പോവാം. ഇനി അടുത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഷോക്ക് തെറാപ്പി ഇൻ പോസ്റ്റ് എന്താണ് കമ്മ്യൂണിസ്റ്റ് റെജിംസ് ആണ്. കമ്മ്യൂണിസ്റ്റാനന്തര ഭരണ വ്യവസ്ഥകളിലെ ആഘാത ചികിത്സ, ഒന്നുമില്ല ഷോക്ക് തെറാപ്പി അല്ലെങ്കിൽ ആഘാത ചികിത്സ എന്ന് മലയാളത്തിൽ പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുന്ന, നമുക്കറിയില്ല 3, 4, 5 മാർക്കിന് നമുക്ക് ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എവിടെ വേണോ നമുക്ക് എന്ത് വരും, ഷോക്ക് തെറാപ്പിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഷോക്ക് തെറാപ്പി നോക്കുക. പക്ഷേ ഷോക്ക് തെറാപ്പി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കോൺസിക്വൻസ് കൂടി പഠിച്ചിട്ട് പോവുക. ആഘാത ചികിത്സയുടെ പരിണിത ഫലങ്ങൾ, ഓക്കെ, കോൺസിക്വൻസസ് ഓഫ് ഷോക്ക് തെറാപ്പി, ഇതുകൂടി നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം ഇതുകൂടി ചേർത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് വരുന്ന ചാപ്റ്ററാണ് 3ാമത്തെ ചാപ്റ്റർ, ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കൻ അധീശത്വം, US ഹെജ്മണി ഇൻ വേൾഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റിൽ ഒരുപാട് വൺ വേർഡ്സ് ഉണ്ട്. ഞാനത് എന്താ പറയുക, ഈ വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രീവിയസ് ഇയർ, അതായത് 2025 എങ്ങാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന, വൺ വേർഡ്സ് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ഒരു മാത്സ് ദ ഫോളോവിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക്സിൽ നിന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഞാനത് കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല. അതായത് ഈ ഫസ്റ്റ് ഗൾഫ് വാർ, പിന്നെന്താണ് സെക്കൻഡ് ഗൾഫ് വാർ, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം, ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം, ഓപ്പറേഷൻ എൻഡ്വറിംഗ്
ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ, കുറേ ഓപ്പറേഷൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താക്കുക, വൺ വേർഡ് കണക്കാക്കി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ വരുന്നതാണ് അതെല്ലാം. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് എന്തായാലും കൃത്യമായിട്ട് പഠിക്കുക. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയായിരിക്കും. അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അതിനകത്ത് വൺ വേർഡ്സ് പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ലാസ്റ്റിൽ എങ്ങാണ്ടോ ആണ് ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ഒരു മാത്സ് ദ ഫോളോയിങ് വരുന്നുണ്ട്. അത് ആൻസർ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഫസ്റ്റ് ബിഗിനിങ് ഉണ്ടല്ലോ, അതായത് ഏത് ചാപ്റ്ററാണ് നമ്മുടെ US ഹെജ്മണി, അമേരിക്കൻ അധീശത്വം, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് ഒത്തിരി വൺ വേർഡ്സ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഗൾഫ് വാറാണ് ഓപ്പറേഷൻ ഡിസേർട്ട് സ്റ്റോം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിലേറ്റ് ചെയ്തിട്ട് കുറേ വൺ വേർഡ്സ് ചോദിക്കാറുണ്ട് ആ ടോപ്പിക്സുകളിൽ നിന്ന്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ഹെജ്മണീനെ പറ്റി പറയുന്നുണ്ട്. അടുത്ത് വരുന്നൊരു എസ്സേ ചോദ്യം തന്നെയാണ് ഈ ഒരു അമേരിക്കൻ അധീശത്വം അല്ലെങ്കിൽ US ഹെജ്മണീനെ പറ്റിയിട്ട് 8 മാർക്കിന് എസ്സേ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് 3 ഹെജ്മണിയാണ് പറയേണ്ടത്. ഒന്ന് ഹെജ്മണി ആസ് ഹാർഡ് പവർ, അല്ലെങ്കിൽ എന്ത് പറയാം, അധീശത്വം മാരക ശക്തി എന്ന നിലയിൽ അത് പറയണം. രണ്ടാമത് ഹെജ്മണി ആസ് സ്ട്രക്ചറൽ പവർ, അധീശത്വം ഘടനാപരമായ ശക്തി എന്ന നിലയിൽ. ഇനി മൂന്നാമതായിട്ട് ഏത് വരുന്നുണ്ട്, ഹെജ്മണി ആസ് സോഫ്റ്റ് പവർ, അധീശത്വം മൃദുശക്തി എന്ന നിലയിൽ. ഈ 3 ടൈപ്സ് ഓഫ് ഹെജ്മണിയാണ് പറയുന്നത്. ഇത് 3 നമ്മൾ പഠിക്കണം. എക്സ്പ്ലനേഷൻ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. 8 മാർക്കിന് ചോദിക്കുമ്പോൾ ഇത് 3 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. US ഹെജ്മണീനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടത്. ഹാർഡ് പവർ, സോഫ്റ്റ് പവർ, സ്ട്രക്ചറൽ പവർ, 3 നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇനി അഥവാ 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് നമ്മുടെ 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ ഇപ്പോൾ US ഹെജ്മണി ആസ് എ ഹാർഡ് പവർ എന്നുള്ള നിലയ്ക്ക് അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഹാർഡ് പവറും സോഫ്റ്റ് പവറും മിങ്കിൾ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അങ്ങനെ വെറൈറ്റി രീതിയിൽ ചോദിക്കാം. നമ്മളിത് 3 കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ എത്ര മാർക്കിന് ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്കപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വരുന്നത് 4ാമത്തെ ചാപ്റ്ററാണ് ബദൽ അധികാര കേന്ദ്രങ്ങൾ, ഓൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നതാണ് 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റിൽ തന്നെ ഒരു എസ്സേ ടോപ്പിക്കാണ്, 8 മാർക്കിൻ്റെ എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക്കാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, യൂറോപ്യൻ യൂണിയനെ പറ്റിയിട്ട് എസ്സേ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, യൂറോപ്യൻ യൂണിയൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓർഗനൈസേഷൻ ഫോർ യൂറോപ്യൻ എക്കണോമിക് കോപ്പറേഷൻ, ഇങ്ങനൊരു സംഭവമാണ് ആദ്യം ഫോം ചെയ്തത്. അതിനുശേഷം കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഫോം ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നുണ്ട്. പിന്നെയാണ് മെല്ലെ എന്ത് വരുന്നത്, യൂറോപ്യൻ യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂറോപ്യൻ യൂണിയനെ പറ്റിയിട്ട് നമ്മൾ എസ്സേക്ക് ചോദിക്കുന്ന ടൈമിലും, അല്ലെങ്കിൽ ഇപ്പോൾ എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം ഈ ഒരു ഫോർമേഷൻ, ഈ പല 3 കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് വന്നത്, ആ ഒരു കാര്യമൊക്കെ പറയണം. പിന്നെ നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ നിലവിലുള്ള യൂറോപ്യൻ യൂണിയൻ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. കാരണം അത് എന്താ പറയുക, ഇപ്പോൾ വലിയൊരു മിലിറ്ററി പവറാണ്, എക്കണോമിക് പവറാണ്, അങ്ങനെ പറഞ്ഞാൽ അതിന് ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു അമേരിക്കയ്ക്ക് ഓൾട്ടർനേറ്റീവായിട്ട് നിൽക്കുന്ന രീതിയിൽ അത്രയും ഒരു ഗ്രോത്ത് ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു നേഷനാണ് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ യൂണിയനെ പറ്റി ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മെയിനായിട്ട് നോക്കിയിട്ട് പോവുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വായിച്ച് നോക്കിയാൽ മതി. 8 മാർക്കിൻ്റെ എസ്സേ ടോപ്പിക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം, സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് പോകട്ടോ. അടുത്തതിൽ വരുന്നത് ആസിയാനെ പറ്റിയിട്ടാണ്. ആസിയാൻ എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ദക്ഷിണ പൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണ് ആസിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസിയാൻ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ആസിയാനിൽ എന്താ പറയുക, കുറേ രാജ്യങ്ങളുണ്ട്, കുറേ രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. ഓക്കെ, സോ അതാണല്ലോ ഒരു അസോസിയേഷൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. ദക്ഷിണ പൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന എന്നല്ലേ പറയണം. അപ്പോൾ അതിനകത്ത് ഒരു 10-11 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ടോ. ഒരു 10 രാജ്യങ്ങളാണ് കേട്ടോ. ആ രാജ്യങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുക. കാരണം വൺ വേർഡ്സിനകത്ത് നമുക്ക് 2 അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പേര് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ അതായത് കുറേ രാജ്യങ്ങളുടെ പേര് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പറയും ഇതിൽ ആസിയാനിൽ ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ പേരെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. സോ ആസിയാനിലെ മെമ്പർ കൺട്രീസ് എത്ര പേരാണ് എന്നുള്ളത്, ആ മെമ്പർ കൺട്രീസിൻ്റെ പേര് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം.
ഇനി നമ്മുടെ ഈ ഒരു ആസിയാൻ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമുക്ക് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 3 പില്ലേഴ്സ് ഓഫ് ആസിയാൻ. ഈ ആസിയാൻ്റെ 3 പില്ലേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ അത് 3 ഞാൻ അവിടെ എഴുതിയിട്ടില്ല, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയാണ് ഒന്നാമത്തെ എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല, ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് അത് പറഞ്ഞുതരാം, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കൊള്ളാം. ഒന്ന് ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയാണ്, രണ്ടാമത്തേത് ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയാണ്, ഇനി മൂന്നാമത്തെ ഏതാണ്? ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. 3 നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ കുറച്ച് ഫ്യൂച്ചേഴ്സ് കൂടിയുണ്ട്, ആ പോയിന്റ്സുകളൂടെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുക. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയുന്നു, ആസിയാൻ്റെ 3 പില്ലേഴ്സ് ആണ് ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 3 പില്ലേഴ്സ് ആണ്, ഏതൊക്കെയാണ്? ഒന്ന് ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, രണ്ട് ഏതാണ്? ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, മൂന്നാമത്തെ ഏതാണ്? ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി കേട്ടോ. ഈ ഒരു കാര്യം കൂടി, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ആസിയാൻ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ദ റൈസ് ഓഫ് ദ ചൈനീസ് എക്കോണമി എന്ന് പറയുന്നത്. ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ച, അതായത് നമ്മുടെ ചൈന എങ്ങനെയാണ് എന്ത് ചെയ്തത്, പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു എക്കോണമി ആയിട്ട് മാറിയത്, അതിനുവേണ്ടി അവരെടുത്ത പരിഷ്കാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും വായിച്ച് പഠിച്ചിട്ട് പോകും. 5 മാർക്കിന് നമുക്ക് ഷോർട്ടസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഡെങ് സിയാവോ പെങ് കൊണ്ടുവന്ന എന്താണ് ഓപ്പൺ ഡോർ പോളിസി, അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ഡോർ പോളിസിനെ പറ്റിയിട്ട് 1 വേർഡ്സും അല്ലെങ്കിൽ ഒരു 3 മാർക്സിന് അങ്ങനെയൊക്കെ ലെവലിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ ഈ ചൈനീസ് എക്കോണമിയുടെ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എന്താക്കുക, ഓപ്പൺ ഡോർ പോളിസി സ്കിപ്പ് ചെയ്യരുത്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോകട്ടോ. ഇനി നമുക്ക് അടുത്ത് വരുന്ന ചാപ്റ്ററാണ് ഏത്? 5ാമത്തെ ചാപ്റ്റർ, സമകാലിക ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്, കണ്ടംപററി സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയും ആദ്യമേ പറയാനുള്ളത്, സൗത്ത് ഏഷ്യയിൽ ഒരു 7 കൺട്രീസാണ് വരുന്നത്, 7 കൺട്രീസ്. സോ ഈ 7 രാജ്യങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല ആസിയാൻ്റെ രാജ്യങ്ങൾ പഠിക്കണമെന്നുള്ളത്, മീൻസ് ആസിയാൻ്റെ മെമ്പർ കൺട്രീസിൻ്റെ പേര് പഠിക്കണമെന്നുള്ളത്. അതുപോലെ സൗത്ത് ഏഷ്യയിൽ ഏതൊക്കെ രാജ്യങ്ങളാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 വേർഡ് സെക്ഷനിൽ അത് നമുക്ക് പല രീതിയിൽ അവർ ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഫസ്റ്റ് പറയാനുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പാകിസ്ഥാനിലെ സൈന്യവും ജനാധിപത്യവും, ദ മിലിറ്ററി ആൻഡ് ഡെമോക്രസി ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. അതായത് പാകിസ്ഥാനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഡെമോക്രസി ഫോളോ ചെയ്യുന്ന ഒരു നേഷനാണ് അല്ലേ. മീൻസ് എന്താ പറയുക, കുറേ കാലമായിട്ട് ഡെമോക്രസി തന്നെയാണല്ലോ, വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പാകിസ്ഥാനിൽ എന്ന് പറയുമ്പോൾ അതല്ല, കുറച്ച് ദിവസം ഡെമോക്രസി ആണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം മിലിറ്ററി ഭരണമായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഡെമോക്രസി, അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, ഇങ്ങനെ മാറിയായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ എന്ത് ചെയ്യുക, പാകിസ്ഥാനിൽ എന്തുകൊണ്ട്, അവിടെ മിക്കവാറും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മിലിറ്ററിയും ഡെമോക്രസി മാറി നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിനുള്ള ഒരു ഉത്തരം എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. പ്രത്യേകിച്ചും അവിടെ എന്താ പറയുക, അരിസ്റ്റോക്രസിയുടെയൊക്കെ സ്വാധീനം കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്റ്റേബിൾ ആയിട്ടൊരു ഗവൺമെൻറ് ഒന്നും അവിടെ അവർക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റാത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ആ ഒരു ഡയമെൻഷൻ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഡെമോക്രസി എന്താക്കാൻ പറ്റാത്തത്, സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. ഓക്കെ, ഇങ്ങനെ മാറി മിലിറ്ററി ഡെമോക്രസി വരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കാം. ഇനി ഡെമോക്രസി ഇൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കാണാൻ പറ്റും. അപ്പോൾ ബംഗ്ലാദേശിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി 4ാമത്തെ ചാപ്റ്ററിൽ, അതായത് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററിൽ 1971 ഒരു യുദ്ധം പഠിക്കുന്നുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ. അത് ആക്ച്വലി ബംഗ്ലാദേശ് വാറാണല്ലോ, ബംഗ്ലാദേശ് റിലേറ്റ് ചെയ്ത് വരുന്നൊരു യുദ്ധമായിരുന്നു. അപ്പോൾ അതേ പ്രശ്നം തന്നെയാണ് എവിടെയും പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ്, അപ്പോൾ നമുക്കത് ചോദിക്കുന്നതാണ്. സോ എന്താക്കുക, ആ ഒരു വാറിൻ്റെ കാര്യം തന്നെയാണ് ഈ ടോപ്പിക്കിലും മെൻഷൻ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. ബംഗ്ലാദേശിനെ ആ ഒരു 71 യുദ്ധത്തെ പറ്റിയിട്ട് നമുക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അത് ഓർമ്മയിൽ വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് മൊണാർക്കി ആൻഡ് ഡെമോക്രസി ഇൻ നേപ്പാൾ, രാജവാഴ്ചയും ജനാധിപത്യവും നേപ്പാളിൽ. ഓക്കെ, അപ്പോൾ നേപ്പാളിൻ്റെ ഇഷ്യൂ, നേപ്പാളിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഡെമോക്രസി കൊണ്ടുവരുന്നത്. ആദ്യം മൊണാർക്കി, രാജവാഴ്ചയായിരുന്നു അല്ലേ, കൊടുത്തിട്ടുണ്ടല്ലോ. അതിനുശേഷമാണ് പിന്നെ ഡെമോക്രസി കൊണ്ടുവരുന്നത്. ആ ഒരു കാര്യം അവിടെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി, ഒരു കഥ പോലെ. പിന്നെ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് 1 വേർഡ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നേപ്പാളിൽ ഉണ്ടായിരുന്ന ഒരു മാവോയിസ്റ്റ് സംഘടനയായിരുന്നു പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി തരാം, പീപ്പിൾസ് വാർ ഗ്രൂപ്പ്. ഓക്കെ, പീപ്പിൾസ് വാർ ഗ്രൂപ്പ്.
ഇത് നിങ്ങൾ മനസ്സിലാക്കി. ഇത് പലതവണ നമുക്ക് വൺ വേർഡിൽ ചോദിക്കുന്നതാണ്. നേപ്പാളിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. പക്ഷേ ഈ ഒരു വൺ വേർഡ് നിങ്ങൾ സ്പെഷ്യലി ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് നേപ്പാളിലുണ്ടായിരുന്ന ഒരു മാവോയിസ്റ്റ് സംഘടനയായിരുന്നു എന്നുള്ളത്. മാവോയിസ്റ്റുകാരുടെ ആ ഒരു കൂട്ടത്തെയാണ് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ടാണ് നമ്മുടെ മൊണാർക്കിക്കെതിരായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് എത്നിക് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡെമോക്രസി ഇൻ ശ്രീലങ്കയാണ്. അതായത് വംശീയ സംഘർഷവും ജനാധിപത്യവും ശ്രീലങ്കയിൽ ഉണ്ടായ പ്രശ്നം നമുക്കൊരു എന്താ പറയുക, ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ല എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. നല്ലൊരു കഥ പോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. സോ എന്താക്കുക നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത് ഒരു 4-5 മാർക്കിനൊക്കെ നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ അവിടെ ഈ ഒരു സംഭവം കാണുന്നുണ്ടോ, LTTE എന്ന് പറയുന്നത്. ഓക്കെ, ലിബറേഷൻ എന്താ പറയുക, ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈളം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഘടനയെ പറ്റിയിട്ടൊക്കെ പ്രത്യേകിച്ച് വൺ വേർഡ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ഈ LTTEയുടെ ആദ്യത്തെ ഇത് ഫോം ചെയ്തത് വേലുപ്പിള്ള പ്രഭാകരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലായിരുന്നു എന്നുള്ളൊരു കാര്യം. ആ പേരൊക്കെ നിങ്ങൾ ഓർത്ത് വച്ചേക്കുക. അഥവാ നമുക്ക് ഷോർട്ട് എസ്സേക്കൊന്നും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ വൺ വേർഡ്സ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. 5 മാർക്കിന് കണക്കാക്കി എന്തായാലും ശ്രീലങ്കയിൽ ഉണ്ടായ പ്രശ്നം പഠിച്ചു വയ്ക്കുക. ഇതിനെ തുടർന്നാണ് നമ്മുടെ രാജീവ് ഗാന്ധിയൊക്കെ കൊല്ലപ്പെടുന്നത്. ആ ഒരു കാര്യം എന്താക്കുക, മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പല സംഘർഷങ്ങളും ഒന്ന് ഷോർട്ടായിട്ട് ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ എന്താക്കുക, ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോവാം. നമുക്ക് മോഡൽ എക്സാമിന് PYQs ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അതർ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. ഇന്ത്യയും അതിൻ്റെ ഇതര അയൽ പ്രദേശങ്ങളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് ഒരു 8 മാർക്ക് കണക്കാക്കി പഠിച്ചിട്ട് പോകും കേട്ടോ. നമ്മുടെ ഈ സൗത്ത് ഏഷ്യയിലുള്ള ഞാൻ പറഞ്ഞല്ലോ 7 രാജ്യങ്ങളാണുള്ളത്. അതായത് ഇന്ത്യനെ കൂട്ടിയിട്ട് 7 കൺട്രീസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഈ ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ഓക്കെ, അത് കുറച്ച് ചില രാജ്യങ്ങളോട്ട് ചിലപ്പോൾ നല്ല ഐക്യതയോടുകൂടി പോകുന്നത് കാണാം. പിന്നെ ചില രാജ്യങ്ങളായിട്ട് ചിലപ്പോൾ ക്ലാഷ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ടൊരു എസ്സേക്ക് കണക്കാക്കി പഠിച്ചിട്ട് പോവുക. ഇതിനകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ എസ്സേക്കൊന്നും വന്നില്ല എന്നുണ്ട് എങ്കിലും ഇതിൽ മേജറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ട്. അത് ഞാനൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശ്. ഓക്കെ, അത് നിങ്ങൾ വേറെ ഒരു രാജ്യമായിട്ടുള്ള റിലേഷൻ പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യ നേപ്പാൾ റിലേഷൻ, ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ, ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻ, ഇന്ത്യ മാൽദീവ്സ് റിലേഷൻ, ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റിലേഷനാണ്. കാരണം അതൊരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മീൻസ് കോപ്പറേഷനോടുകൂടി പോകുന്ന പല മേഖലകളും ഉണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങളെ പറ്റി, ആ 2 സൈഡുകളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ എന്താക്കുക, മൈൻഡിൽ വെച്ചേക്കുക, അത് പഠിച്ചിട്ട് പോവുക. പിന്നെ ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് സാർക്ക്. അപ്പോൾ ഇത് നിങ്ങൾ എന്താക്കുക, സാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അണ്ടർലൈൻ ചെയ്യാം. അതായത് ഈ സൗത്ത് ഏഷ്യയിലുള്ള രാജ്യങ്ങൾ തമ്മിൽ സമാധാനപരമായിട്ടൊരു കോപ്പറേഷനോട് കൂടിയൊക്കെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന അവർ രൂപീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം പഠിച്ച് വെച്ചേക്കുക. എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷനാണ്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, സാർക്ക് ഫോം ചെയ്തത് ധാക്കയിലായിരുന്നു. ഓക്കെ, ധാക്കയിൽ വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്. 1985 ധാക്കയിൽ വെച്ചിട്ടാണ് സാർക്ക് ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു മേജർ റോള് വഹിച്ച ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് പ്രസിഡൻ്റ് ആയിട്ടുള്ള സിയാഉർ റഹ്മാനാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സാർക്കുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. വൺ വേർഡ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങൾ തമ്മിൽ ഒരു കോപ്പറേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഘടനയാണ് സാർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ ആണ്. 1985 സാർക്ക് ഫോം ചെയ്തത്. പിന്നെ ഇതെവിടെ വെച്ചിട്ടാണ് ഫോം ചെയ്തത്? ധാക്കയിൽ വെച്ചിട്ടാണ്. ഇതിൽ ആരാണ് ഏറ്റവും മേജർ റോള് വഹിച്ചത് ഇത് വരാൻ വേണ്ടിയിട്ട്, ഇത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മീൻസ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് പ്രസിഡന്റ് ആയിട്ടുള്ള സിയാഉർ റഹ്മാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താക്കുക, ഈ ഒരു സാർക്ക് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, അടുത്ത് വരുന്ന ചാപ്റ്ററാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ, അന്തർദേശീയ സംഘടനകൾ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ UN പറ്റിയിട്ട്, യുണൈറ്റഡ് നേഷൻസിനെ പറ്റിയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ്.
അപ്പോൾ ഇതിനകത്ത് ആദ്യമേ പഠിക്കേണ്ട ഒരു കാര്യം യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രിൻസിപ്പൽ ഓർഗൻസിനെ പറ്റിയിട്ടാണ്. അതായത് യുണൈറ്റഡ് നേഷൻസിന് എത്ര ഓർഗൻസ് ആണുള്ളത്? 6 ഓർഗൻസ് ആണ് വരുന്നത്. സോ അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ആ ഒരു 6 ഓർഗൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. സെക്യൂരിറ്റി കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, പിന്നെന്താണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതുപോലെ ജനറൽ അസംബ്ലി, പിന്നെന്താണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്. ഇങ്ങനെ 6 ഓർഗൻസ്, 6 പ്രിൻസിപ്പൽ ഓർഗൻസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ 6 ഓർഗൻസ് ആണ് നമ്മുടെ ആർക്കുള്ളത്? യുണൈറ്റഡ് നേഷൻസിന് വരുന്നത്. സോ ദറ്റ് ഈസ് ഐക്യരാഷ്ട്രസഭ കേട്ടോ. സോ എന്താക്കുക, ഇത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഈ 6 ഓർഗൻസും ഈ ഓരോ ഓർഗൻസിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതുകൂടി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നമുക്കിത് 1 വേർഡ് സെക്ഷനിലൊക്കെ ചോദിക്കുന്നതാണ്. കൂടുതലും 1 വേർഡ്സ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ റെയർ ആയിട്ടൊക്കെ 4 or 5 മാർക്കിന് എഴുതാനും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോവേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ് ഉൾപ്പെടെ, അതിൻ്റെ പേരും ഫങ്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ വരുന്ന ഒരു എസ്സേ ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റിഫോം ഓഫ് UN ആഫ്റ്റർ ദ കോൾഡ് വാർ, ശീതയുദ്ധത്തിന് ശേഷമുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ നവീകരണത്തെ പറ്റിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക. ഐക്യരാഷ്ട്ര സംഘടനയിൽ കുറച്ച് നവീകരണങ്ങൾ, റിഫോംസ്, പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് എസ്സേക്ക് ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എസ്സേക്ക് ചോദിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് വേണം. റിഫോം ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സസ്, ഘടനകളുടെയും പ്രക്രിയകളുടെയും പരിഷ്കരണം എന്തായിരുന്നു എന്നുള്ളതും നമ്മളവിടെ എസ്സേക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ നിങ്ങൾ എസ്സേക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും പരിഷ്കരണങ്ങളും, ഇന്ത്യ ആൻഡ് ദ UN റിഫോംസ് എന്ന് പറയുന്നത്. ഇത് നല്ല രസമാണ് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്താക്കുന്നതാണ്, നമുക്ക് പല തവണയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാവരും പഠിച്ചിട്ട് പോകണം. അതായത് നമ്മുടെ ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓരോ പരിഷ്കരണങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം ഇതിൽ പറയുന്നുണ്ട്. മെയിനായിട്ട് ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമുക്കറിയാം നമ്മുടെ UN-ൻ്റെ ഒരു പ്രിൻസിപ്പൽ ഓർഗനാണ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ആകെ 5 പെർമനൻറ്റ് മെമ്പേഴ്സേ ഉള്ളൂ, 5 പെർമനൻറ്റ് കൺട്രീസേ ഉള്ളൂ. ഓക്കെ, കാരണം നമ്മുടെ ഈ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് മെമ്പർ ആവണം എന്ന് പറയുമ്പോൾ സ്ഥിര അംഗമാകണമെന്നുണ്ട് എങ്കിൽ കുറച്ച് കണ്ടീഷൻസ് വേണം. ഓക്കെ, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മീൻസ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്താക്കാൻ പറ്റുക, UN-നകത്തെ ഈ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു സ്ഥിര അംഗമായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നല്ലൊരു എക്കണോമിക് പവർ ആയിരിക്കണം, നല്ല മിലിറ്ററി പവർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ കണ്ടീഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ നമുക്കറിയാലോ, നമ്മൾ നല്ല മിലിറ്ററി പവറാണ്, എക്കണോമിക് പവറാണ്, അങ്ങനെയുള്ള, പിന്നെ നമുക്കറിയാം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നാമതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും UN-ൽ ഇതുപോലെ പെർമനൻറ്റ് മെമ്പർ ആവാനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാത്തത്, ഇന്ത്യക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഇന്ത്യക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പദവിയിലോട്ട് ഇന്ത്യക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇന്ത്യ എങ്ങനെയാണ് UN-ൻ്റെ ഓരോ റിഫോംസും, ഇന്ത്യയുടെ വീക്ഷണം എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യ ആൻഡ് ദ UN റിഫോംസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇനി നമുക്ക് വരുന്ന അടുത്ത ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ, സമകാലിക ലോകത്തെ സുരക്ഷ, സെക്യൂരിറ്റി ഇൻ ദ കണ്ടംപററി വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാനത് ഓൾറെഡി, ഇനിയുള്ള ചാപ്റ്ററൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിലും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതുകൂടി ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇതിനകത്ത് സെക്യൂരിറ്റി, സുരക്ഷ എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു ഡെഫിനീഷൻ എന്നുള്ള രീതിക്ക് അറിഞ്ഞു വെച്ചേക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് ട്രഡീഷണൽ നോഷൻസ്. ഞാനതൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ സെക്യൂരിറ്റിക്ക് ഉണ്ടല്ലോ 2 നോഷൻസ് ആണുള്ളത്. ഒന്ന് ട്രഡീഷണൽ നോഷൻസ്, 2 നോൺ ട്രഡീഷണൽ നോഷൻസ്. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഉണ്ട്. അതായത് ഒന്ന് ട്രഡീഷണൽ നോഷൻസ് എന്ന് പറയുമ്പോൾ പരമ്പരാഗത സങ്കല്പങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ പരമ്പരാഗത സങ്കല്പങ്ങൾ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ ആണ്, മറ്റൊന്ന് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇത് ഷോർട്ട് എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പലതവണ. സെക്യൂരിറ്റിയുടെ ട്രഡീഷണൽ നോഷൻസിന് തന്നെ എക്സ്റ്റേണലും ഉണ്ട്, ഇവിടെ താഴെ കാണാൻ പറ്റും, കണ്ടോ, ഇൻറ്റേർണലും ഉണ്ട്. ഓക്കെ, പരമ്പരാഗത സങ്കല്പങ്ങൾ തന്നെ ബാഹ്യമായതുകൊണ്ട് ആഭ്യന്തരമായതുമുണ്ട്. അപ്പോൾ ഇത് 2 നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് 2 മാത്രമായിട്ട് ഷോർട്ട് എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ട്രഡീഷണൽ നോഷൻസിലെ കാര്യമാണ് പറഞ്ഞത്, എക്സ്റ്റേണലും ഇൻറ്റേർണലും ഉണ്ട് എന്നുള്ള ഒരു കാര്യം. ഇനി അടുത്ത് ഇതുപോലെ തന്നെ എന്തുണ്ട്, നോൺ ട്രഡീഷണൽ നോഷൻസും ഉണ്ട്. ഓക്കെ, നോൺ ട്രഡീഷണൽ നോഷൻസ്.
ഇതാ കാണുന്നുണ്ടോ? നോൺ ട്രഡീഷണൽ നോഷൻസ്, പാരമ്പര്യേതര സങ്കല്പങ്ങളുമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു സെക്യൂരിറ്റിക്ക് രണ്ട് നോഷൻസ് ആണുള്ളത്, രണ്ട് സങ്കല്പങ്ങളാണുള്ളത്. ഒന്ന് ട്രഡീഷണൽ നോഷൻസ്, അതിനകത്ത് തന്നെ എക്സ്റ്റേണലും ഇൻറ്റേർണലും ഉണ്ട്. രണ്ടാമത്തേത് നോൺ ട്രഡീഷണൽ നോഷൻസ് ആണ്. നോൺ ട്രഡീഷണൽ നോഷൻസ് അതായത് പാരമ്പര്യേതര സങ്കല്പങ്ങൾ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ചോദിക്കാം. ട്രഡീഷണൽ നോഷൻസും നോൺ ട്രഡീഷണൽ നോഷൻസും ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഷോർട്ട് ടെസ്റ്റിലേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് കണക്കാക്കി നമ്മൾ അങ്ങനെ അറിഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ബേസിക്കലി പറഞ്ഞു വരുമ്പോൾ സെക്യൂരിറ്റിയുടെ ഈ രണ്ട് നോഷൻസിനെ പറ്റിയിട്ട് നമുക്ക് നല്ല കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് എസ്സേ ആണ് കേട്ടോ, അത് നിങ്ങൾ നോക്കുക. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ടോപ്പിക്ക് കിടക്കുന്നുണ്ട്, ട്രഡീഷണൽ സെക്യൂരിറ്റി ആൻഡ് കോപ്പറേഷൻ, പരമ്പരാഗത സുരക്ഷയും സഹകരണവും എന്ന് പറഞ്ഞിട്ട്. ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ കോപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സെക്യൂരിറ്റിയുടെ എന്ത് തന്നെയാണ് ട്രഡീഷണൽ നോഷൻസും നോൺ ട്രഡീഷണൽ നോഷൻസും. ട്രഡീഷണൽ തന്നെ എക്സ്റ്റേണലും ഇൻറ്റേർണലും ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഭീഷണികളുടെ പുതു ഉറവിടങ്ങൾ, ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ്. 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ടതാണ്. സെപ്പറേറ്റ്ലി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതിനകത്ത് ന്യൂ സോഴ്സ് ത്രെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഭീകരവാദം കണ്ടോ ഇവിടെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറേ ഞാൻ ആ വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ നോക്കി നോക്കട്ടെ. ന്യൂ സോഴ്സസ് ഓഫ് ത്രെറ്റ്സ് എന്താക്കുക, ഒരു 8 മാർക്ക് കണക്കാക്കി ഒരു എസ്സേ മോഡൽ പഠിച്ചിട്ട് പോകും. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങൾ, ഇന്ത്യാസ് സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മാർക്ക് 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ഇതിലേത് ഈ ഒരു റേഞ്ചിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചോദിക്കും. അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന അടുത്ത ചാപ്റ്ററാണ് ഇത് പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും, എൻവയോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം എൻവയോൺമെൻറ്റൽ കൺസേൺസ് ഇൻ ഗ്ലോബൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് പറയുന്നുണ്ട്. ആഗോള രാഷ്ട്രീയത്തിലെ പാരിസ്ഥിതിക എന്താണ് ഉത്കണ്ഠകൾ. ഓക്കെ, ക്ലിയർ. എന്തായാലും എൻവയോൺമെൻറ്റൽ കൺസേൺസ് ഇൻ ഗ്ലോബൽ പൊളിറ്റിക്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് കുറേ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്താക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകട്ടോ. കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഗ്ലോബൽ കോമൺസിനെ പറ്റിയിട്ടാണ്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗ്ലോബൽ കോമൺസ് അല്ലെങ്കിൽ ആഗോള പൊതുമണ്ഡലങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഈ ആഗോള പൊതുമണ്ഡലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്താക്കുക, നിങ്ങൾ ഗ്ലോബൽ കോമൺസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അറ്റ്മോസ്ഫിയർ, അന്റാർട്ടിക്ക, ഓഷ്യൻ ഫ്ലോർ, പിന്നെന്താ ഔട്ടർ സ്പേസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. അത് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കാര്യം ഗ്ലോബലി. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ വായിച്ചിട്ട് പോവുക. ഒരു 3 മാർക്കിന് ഒക്കെ ആയിട്ട് 1 വേർഡ്സും അതിനകത്തുനിന്ന് വരാറുണ്ട്. പിന്നെ ദ കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, പൊതുവായതും വ്യത്യസ്തമായതുമായ ഉത്തരവാദിത്തങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതൊരു ടേം ആണ് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഈ കോമൺ ബട്ട് ഡിഫറൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്? ആ ഒരു കാര്യം എന്താക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വരുന്ന കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് ആണ്. ഇത് നമുക്ക് 1 വേർഡിനൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിനകത്തുണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണെങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡ്സ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകണം കേട്ടോ. സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. കാരണം അങ്ങനെയെങ്കിൽ 1 വേർഡ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഇനി അടുത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യ സ്റ്റാൻഡ് ഓൺ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്നുള്ളത്. അതായത് ഈ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിൽ ഇന്ത്യ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കുക. ഇത് 4-5 മാർക്കിന്, പ്രത്യേകിച്ച് 5 മാർക്കിനൊക്കെ നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിന് മേലെ, ഇന്ത്യ എന്താണ് പറയുന്നത് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു ടോപ്പിക് കാണാൻ പറ്റും, ഭൂരാഷ്ട്രീയം, റിസോഴ്സ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 1 വേർഡ്സ് തന്നെയാണ് അഗെയിൻ വരുന്നത്. ജസ്റ്റ് നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു 3 മാർക്ക് റേഞ്ചിൽ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഓയിലിൻ്റെ കാര്യവും വാട്ടറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പോർഷൻസിൽ നിന്നൊക്കെയാണ് കേട്ടോ 1 വേർഡ്സ് വരുന്നത്. ഇത് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആ 1 വേർഡ്സ് ഒക്കെ കിട്ടും. ഇനി നമുക്ക് വരുന്ന അവസാനത്തെ ചാപ്റ്ററാണ്
ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യമേ തന്നെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്താണെന്നുള്ളത് എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഡെഫിനീഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ ഗ്ലോബലൈസേഷന് 4 ഫ്ലോസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ആ കാര്യമൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നതാണ്, അത് നിങ്ങൾ പഠിക്കുക. പിന്നെ കോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, ഇതും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സെപ്പറേറ്റ്ലി ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കോസസ് നിങ്ങൾ ഒരു പോയിൻറ്റ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും. നമ്മുടെ ഗ്ലോബലൈസേഷന് പ്രധാനമായിട്ട് 3 കോൺസിക്വൻസസ് ഉണ്ട്, പ്രത്യാഘാതങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവേണ്ടതാണ്. പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് വേറെ ഒന്നുമില്ല, ഗ്ലോബലൈസേഷൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ആണ്, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ രണ്ടാമതായിട്ട് ഗ്ലോബലൈസേഷൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, എക്കണോമിക് കോൺസിക്വൻസസിനെ പറ്റി പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് എന്താണ്, കൾച്ചറൽ കോൺസിക്വൻസസ്, ഗ്ലോബലൈസേഷന് തന്നെ സാംസ്കാരിക പ്രത്യാഘാതങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇത് 3ഉം ചേർത്തിട്ട് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ കോൺസിക്വൻസസ്, എക്കണോമിക് കോൺസിക്വൻസസ്, കൾച്ചറൽ കോൺസിക്വൻസസ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ 2 എണ്ണം വെച്ചിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഷോർട്ട് എസ്സേക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കലും കൾച്ചറൽ കോൺസിക്വൻസസ് ഒക്കെ പലതവണ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് കേട്ടോ പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു PYQs. അപ്പോൾ 3 നിങ്ങൾ പഠിക്കുക. നമുക്ക് ഏതായിരിക്കും വരും എന്ന് പറയാൻ പറ്റത്തില്ല, 3 പഠിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇനി റെസിസ്റ്റൻസ് ടു ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്, ആഗോളവൽക്കരണത്തെ ചെറുക്കൽ എന്ന് പറഞ്ഞിട്ട്. ഈ ഗ്ലോബലൈസേഷനെതിരായിട്ട് പല രാജ്യങ്ങളും എടുക്കുന്ന ഓരോ കാര്യങ്ങൾ, ട്രീറ്റീസും അങ്ങനെയുള്ള കാര്യമാണ്. ഇതിനകത്തുനിന്ന് 1 വേർഡ്സ് ആണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വേൾഡ് സോഷ്യൽ ഫോറത്തെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ വേൾഡ് സോഷ്യൽ ഫോറത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ്, വേൾഡ് സോഷ്യൽ ഫോറം എന്ന് പറയുമ്പോൾ ഒരു സംഘടനയാണ്. ദെൻ ഈ വേൾഡ് സോഷ്യൽ ഫോറത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എവിടെയാണെന്ന് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു 1 വേർഡാണ്. പോർട്ട് അൽഗറിയിലാണ് നടന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാവേ, WSF എന്ന് പറയാം. ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എവിടെയായിരുന്നു? പോർട്ട് അൽഗിറി. ഓക്കെ, പോർട്ട് അൽഗിറിയാണ് കേട്ടോ. സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നോക്കണേ. പോർട്ട് അൽഗറിയിലാണ് നടന്നത്. ഓക്കെ, ബ്രസീലിലുള്ള പോർട്ട് അൽഗറിയിലാണ്. ഇത് ബ്രസീലിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ വേൾഡ് സോഷ്യൽ ഫോറത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് എവിടെ നടന്നു? ബ്രസീലിലുള്ള പോർട്ട് അൽഗറിയിലാണ് നടന്നത്. ഇത് 2001 നടക്കുന്നത് കേട്ടോ. 2001 നടന്നത്. അപ്പോൾ ഈ ഒരു 1 വേർഡാണ് ഇതിനകത്തുനിന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട്, ഈ റെസിസ്റ്റൻസ് ടു ഗ്ലോബലൈസേഷൻ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചിട്ട് പോവുക. അപ്പോൾ വേറെയും 1 വേർഡ്സ് വരികയാണെങ്കിൽ ചെയ്താലോ, അതിനകത്ത് വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ PYQs കണ്ടിട്ടുള്ളതാണ്, അത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തന്നത്. ഇനി ഇന്ത്യ ഇൻ റെസിസ്റ്റൻസ് ടു ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്. ഇത് നിങ്ങൾ വായിച്ച് വെച്ചേക്കാം. ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഒരു 3-4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യ എങ്ങനെയാണ് ഗ്ലോബലൈസേഷനെ ചെറുത്ത് നിൽക്കുന്നതെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കാൻ, മീൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവേണ്ടതായിട്ട് ഉള്ളത് കേട്ടോ. ഈ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ, ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ.